നമ്മൾ ലൈബ്രറി സയൻസിന്റെ നെറ്റ് എക്സാമിന്റെ യൂണിറ്റ് 6 പാർട്ട് 5 പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ലൈബ്രറി സയൻസിന്റെ പേപ്പർ 2 യൂണിറ്റ് 6 പാർട്ട് 5 പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. യൂണിറ്റ് 6 പാർട്ട്, ഓരോ ഡിവിഷനകത്ത് അതിനകത്ത് 5-ാമത്തെ പാർട്ട് അതിനകത്ത് വരുന്നതാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. അതിനകത്ത് വരുന്നതാണ് സോട്ട്, അതുപോലെ പെസ്റ്റ്, അതുപോലെ പെർട്ട്, അതുപോലെ CPM, ഇത്രയും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് 2024 സെപ്റ്റംബറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, നെറ്റ് എക്സാമിന്റെ പേപ്പർ 2 ലൈബ്രറി സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ അതിനകത്ത് 8-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാസ് ദ ഫോളോയിങ് അതിനകത്ത് വന്നത് സോർട്ട് അനാലിസിസ്, പെസ്റ്റ് അനാലിസിസ്, ദെൻ CPM, പെർട്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യം, അതായത് ഇതിനെ ചേരുമ്പടി ചേർക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു പ്രാവശ്യം ചോദിച്ചത്. 2024 സെപ്റ്റംബറിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓരോ കാര്യങ്ങളെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. എന്താണ് സോർട്ട് അനാലിസിസ്? സോർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? അതായത് സോർട്ടിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇതിന്റെ എല്ലാം അനാലിസിസ് ആയിരിക്കും എന്ത് വരുന്നത്? സോർട്ട് അനാലിസിസിനകത്ത് വരുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ, എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് കമ്പനി എന്നുള്ള കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സോർട്ട് അനാലിസിസിന്റെ പ്രത്യേകത. അതായത് ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെയാണ് കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിന്റെ ഓപ്പർച്യൂണിറ്റി, അതുപോലെ ത്രെറ്റ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിരിക്കും അല്ലെ. എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇനി അതിനകത്ത് കൊണ്ടുവരാം അല്ലെ, ഇനി എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇനി ത്രെറ്റ് എത്രത്തോളം ഉണ്ട് ഈ ഒരു അതിനകത്ത് കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതേസമയം സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് എന്താണ് ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ മനസ്സിലാക്കിയിട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ് അവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫാക്ടേഴ്സ് അവനെ ആക്സസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എത്രത്തോളമാണ് അത് അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അനലൈസ് ചെയ്യുന്നു. ഏതിനകത്ത്? സോർട്ട് അനാലിസിസിനകത്ത്. ഓക്കെ. അപ്പൊ എന്താണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഈ പറയുന്ന സോർട്ട് അനാലിസിസ് വഴി നമുക്ക് കിട്ടുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തും വീക്ക്നെസ്സും, ഓർഗനൈസേഷന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സോർട്ട് അനാലിസിസിന്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അതായത് പെർഫോമൻസ്, കോമ്പറ്റീഷൻ, റിസ്ക്, ബിസിനസിന്റെ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലൈൻ ഡിവിഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട് സോർട്ട് അനാലിസിസ് വഴി നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഡേറ്റ വഴിയാണ് എന്താ സോർട്ട് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു മോർ സക്സസ്ഫുൾ ആകാനുള്ള സ്ട്രാറ്റജി ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് സോർട്ട് അനലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും എങ്ങനെയാണ് കമ്പനിയെ ഗൈഡ് ചെയ്യുന്നു. അതായത് ഇത് കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്ട്രോങ് ആണോ, വീക്ക് ആണോ, അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട്, ഒരു ഗൈഡ് ചെയ്യാനായിട്ട് ചില ഇൻഡിപെൻഡന്റ് സോർട്ട് അനലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കോമ്പറ്റീറ്റേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സോർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷന്റെ ഇന്റേണൽ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ എൻവയോൺമെന്റ്, അതിന്റെ ഓപ്പർച്യൂണിറ്റി, അതിന്റെ ത്രെറ്റും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പം ഒരു ഡിസിഷൻ മേക്കിന്റെ പ്രിലിമിനറി സ്റ്റേജ്, തുടക്കത്തിലായിരിക്കും ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചത്. എന്തായിരുന്നു സോർട്ട് അനാലിസിന് ചേരുമ്പടി ചേർക്കാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വന്ന ഓപ്ഷനകത്ത് ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയാൽ സോർട്ട് അനാലിസിസ് ദ മോസ്റ്റ് റെനൗണ്ട് ടൂൾ ഫോർ ഓഡിറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ഓവറോൾ സ്ട്രാറ്റജിക് പൊസിഷൻ ഓഫ് എ ബിസിനസ്. അപ്പം ആ ബിസിനസിന്റെ ഓവറോൾ സ്ട്രാറ്റജിക് പൊസിഷൻ നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ട്, ഇനി അതുപോലെ തന്നെ ത്രെറ്റ്, അതിന്റെ അതുപോലെ തന്നെ സ്ട്രെങ്ത് എത്രയാണ്, വീക്ക്നെസ് എത്രയാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ് കൂടുതൽ സക്സസ് ആകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജിക് പൊസിഷൻ നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോർട്ട് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അടുത്ത ഇനിയും വരുന്ന പെസ്റ്റ് അനാലിസിസ് ആണ്. പെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് സോട്ട് അനാലിസിസിന് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു കമ്പനിയുടെ ഉള്ളിൽ നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ, ഈ പറയുന്ന ബിസിനസിന്റെ ഉള്ളിൽ നിൽക്കുന്ന എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ, കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പം എന്താണ് അതൊരു ആം, നമുക്കൊരു മാക്രോ ലെവലിൽ അല്ലെ, മാക്രോ ലെവലിൽ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ലെവലിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ ഇതിന്റെ എല്ലാം അനാലിസിസ് ആയിരിക്കും ഇവിടെ വരുന്നത് പെസ്റ്റ് അനാലിസിസ് വരുന്നത്. പെസ്റ്റിന്റെ ഫുൾ ഫോം തന്നെയാണ്. പി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, ഇ എന്ന് പറഞ്ഞാൽ എക്കണോമിക്, എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ, ദെൻ ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ. ഓക്കെ. അപ്പൊ ഇറ്റ് ഇസ് എ മാനേജ്മെന്റ് മെത്തേഡ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു ആക്സസ് മേജർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഓപ്പറേഷനിൽ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഒരു ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് പെസ്റ്റ് അനാലിസിസ് വഴി ചെയ്യുന്നത്. അപ്പം പെസ്റ്റ് അനാലിസിസ് എന്താണ് ചെയ്യുന്നത്? അതായത് ഓർഗനൈസേഷൻ മാർക്കറ്റിൽ എത്രത്തോളം കോമ്പറ്റീവ്, ശ്രദ്ധിക്കണം, മാർക്കറ്റ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. മാർക്കറ്റിൽ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആകും. കാരണം പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ ആ ഒരു കണ്ടീഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർക്കറ്റിൽ ഇത് എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആകും ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ പെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. The pest analysis is the belief that a comprehensive assessment of major areas of influence that affect the sectors in which organization is positioned as well as the organization itself can facilitate more effective strategic planning. അതായത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അതായത് ഏതൊക്കെയാണ് മേജർ ഏരിയാസ് ഓഫ് ഇൻഫ്ലുവൻസ്, കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ള ഒരു അസസ്മെന്റ് ഇവിടെ നടത്തേണ്ടത് ആവശ്യമാണ്. ആ അസസ്മെന്റ് ഇത് ഈ പറയുന്ന ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന മേജർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അസസ്മെന്റ് നടത്തേണ്ടത് ആവശ്യമാണ്. ആ അനലൈസ് നടത്തുന്ന ഏത് വെച്ചിട്ടാണ്? പെസ്റ്റ് അനാലിസിസ് വഴി. പെസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ അനാലിസിസ് വഴിയാണ്. ഓക്കെ. അപ്പം ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ദ ഓർഗനൈസേഷൻസ് എബിലിറ്റി ടു ക്യാപിറ്റലൈസ് ഓൺ കണ്ടീഷൻസ് ആസ് ദേ എക്സിസ്റ്റ് ആൻഡ് ടു ബി ബെറ്റർ പ്രിപ്പയർഡ് ഫോർ ഇമിനന്റ് ചേഞ്ചസ്. എന്തെങ്കിലും ചേഞ്ചസ് പെട്ടെന്ന് വരുവാണെങ്കിൽ അതിനുവേണ്ടി ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏത് കണ്ടീഷനിലാണ് ആ ഇപ്പം ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കുമെന്നുള്ളതാണ് പെസ്റ്റ് അനാലിസിസിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള മാക്രോ എൻവയോൺമെന്റ് അതിന്റെ സ്റ്റഡി ആയിരിക്കും ഇവിടെ നടത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പെസ്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും ഇതിനകത്ത്? ചിലപ്പോൾ പെസ്റ്റിനെ ഇ എല്ലും കൂടി ചേർക്കാറുണ്ട്. ഇ എൽ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതുപോലെ ലീഗൽ ഫാക്ടേഴ്സ് അതും കൂടെ കൺസിഡർ ചെയ്ത് പെസ്റ്റിനെ PSTEL എന്നും കൂടെ ചില സ്ഥലങ്ങളിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതായിരുന്നു ഓപ്ഷൻ അത് ചോദിച്ചത്. പെസ്റ്റ് അനാലിസിസ് ഇസ് എ മെഷർമെന്റ് ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സസ് മാർക്കറ്റ് ഫോർ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ബിസിനസ്. അപ്പം എന്താണ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി അതിന്റെ മാർക്കറ്റിൽ എത്രത്തോളം ഇതിനകത്ത് അതിനകത്ത് കോമ്പറ്റേറ്റീവ് ആണ് അല്ലെ. ദിസ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ബിക്കം മോർ കോമ്പറ്റേറ്റീവ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഓർഗനൈസേഷൻ മാർക്കറ്റിൽ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആകും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാണ്ടാണ് പെസ്റ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അടുത്ത വരുന്നതാണ് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, പെർട്ട്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെ CPM. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്? അതായത് പ്രൊജക്ട് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് എന്താണ് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇത് രണ്ടും അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് അപ്പം ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂൾസ് ആവശ്യമാണ്. അതായത് വെറുതെ അങ്ങ് പോയിട്ട് പ്രൊജക്ട് ഇന്ന ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഗസ് അടിച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് കൃത്യമായിട്ട് അതിന്റെ ഷെഡ്യൂളൊക്കെ തയ്യാറാക്കിയിട്ട് അതിനെ ഈ ഓരോ വർക്കും തീരുന്നത്, അതായത് വർക്ക് തീരുന്നതിനെ നമുക്കിപ്പം
അതിനെ രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഇവന്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അക്കോർഡിംഗ് ടു ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് സമയം അറിയത്തില്ല. ഇപ്പം ഈ സമയം കൊണ്ട് ഇന്ന വർക്ക് തീരും എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം റിസർച്ച് വർക്ക് അതൊന്നും കൃത്യമായിട്ട് ഇപ്പം ഈ സമയം കൊണ്ട് തീരുമെന്ന് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കേസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവന്റ് ഓറിയന്റഡ് ഞാൻ ടൈം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. അതിനാണ് ഈ പെർട്ട് എന്ന് പറയുന്നത്, പ്രോജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതേസമയത്ത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ കാര്യങ്ങളും എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, ഇപ്പോൾ ഒരു വീടിന്റെ വർക്ക് തന്നെയാണെങ്കിൽ ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്തു, പിന്നെ ഫൗണ്ടേഷൻ ചെയ്തു, പിന്നെ സൂപ്പർ സ്ട്രക്ചറിന്റെ വർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വർക്ക് പോകുന്നത്. അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ട് എപ്പോഴാണ് തീരുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് എന്തെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, CPM യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ് ഇതിന്റെ നമുക്ക് അറിയാൻ സാധിക്കുക, അതായത് ഇവന്റ് ഓറിയന്റഡ് ആയിരിക്കും ഓരോ ഇവന്റും, അതായത് ഓരോ പ്രവൃത്തിയും. അപ്പം അതിനകത്ത് ഇവന്റ് ഓറിയന്റഡ് അല്ല, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. സോറി, ഓരോ ആക്ടിവിറ്റിയും എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കേസാണ്. ഓക്കെ, അതായത് ഓരോ ആക്ടിവിറ്റി, ഓരോ വർക്കിന്റെ ഓരോ ആക്ടിവിറ്റിയും ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആദ്യം ചെയ്യുന്നു, അതിന് ഇത്ര ടൈം എടുക്കുന്നു. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ടൈം എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര ടൈം എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇത്ര ടൈം എടുക്കുന്നു നമുക്ക് മനസ്സിലായി. ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ ആ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം പെർട്ടിന്റെ CPMന്റെയും ഡിഫറൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം പെർട്ട് എന്ന് പറഞ്ഞാൽ പ്രോജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പ്രോജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ടൈം റിക്വയർഡ് ഓർ നീഡഡ് ടു കംപ്ലീറ്റ് ദ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഈസ് നോട്ട് നോൺ. അതായത് ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളും തീരുന്നതിനുള്ള സമയം എത്രത്തോളമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ആ കേസ് നമ്മൾ പറഞ്ഞ റിസർച്ച് ആക്ടിവിറ്റീസിന്റെ കേസിലൊന്നും അതൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല സമയമൊന്നും. അതൊക്കെ അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഈ സമയത്ത് തീരുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോബബിലിറ്റിക്ക് അനാലിസിസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു അപ്രോക്സിമേറ്റ് പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ ഇന്ന സമയം കൊണ്ട് തീരും ഒരു ഗസ് വർക്ക് ചെയ്ത് അങ്ങനെ. പക്ഷെ അതൊരു ആക്യുറേറ്റും ആയിരിക്കണം, മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ പെർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ ഓരോ ആക്ടിവിറ്റീസും തീരുന്നതിന് ഉള്ള ടൈം എത്രത്തോളം നമുക്ക് അറിയത്തില്ല. ആ കേസിലാണ് നമ്മൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോറി, പ്രോജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ വർക്ക് പ്രൊജക്ട് ഫിനിഷ് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കും എന്നുള്ള ഒരു റിയാലിസ്റ്റിക് അനാലിസിസ് ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രൊജക്ട് ഒരു ബ്ലൂ പ്രിന്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ട് ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ടെക്നിക്കാണ് ഇത്. അപ്പോൾ ഒരു പെർട്ട് ചാർട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനകത്ത് എന്താണ് പ്രൊജക്റ്റിനനുസരിച്ച് എന്താണ് വർക്കിന്റെ ഷെഡ്യൂളും ഓർഗനൈസേഷനും അതുപോലെ തന്നെ ടാസ്കിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം അതിനകത്ത് പെർട്ട് ചാർട്ടിനകത്ത് കൃത്യമായിട്ട് പറയും എന്നുള്ളതാണ്. അതിൽ നിന്ന് അടുത്ത വരുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊജക്ട് വേർ ദ ടൈം നീഡഡ് ഫോർ ദ കംപ്ലീഷൻ ഈസ് ഓൾറെഡി നോൺ. അപ്പം നമുക്കറിയാം ഇത്ര സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും ഇതിനകത്ത് ഓരോ പ്രവർത്തനങ്ങളും എത്ര സമയം കൊണ്ട്, അതായത് എത്ര ആ ഒരു ഈ ആക്ടിവിറ്റീസ് ഇത്ര ഇവന്റ് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ടൈം നീഡഡ് ആണ്, ഇത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Okay. It is primarily used for determine the approximate time within which a project can be completed. എത്രത്തോളം സമയം കൊണ്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പാത്ത് ആയിരിക്കും പ്രൊജക്ട് മാനേജ്മെന്റിന്റെ. അതെന്താണ്, അതായത് എത്രത്തോളം ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കും ക്രിട്ടിക്കൽ പാത്തിനകത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജേഴ്സിനെ ക്രിട്ടിക്കൽ ടാസ്ക് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് ക്രിട്ടിക്കൽ ടാസ്ക് നോൺ ക്രിട്ടിക്കൽ ടാസ്ക് അനലൈസ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. അതിനനുസരിച്ച് പ്രൊജക്ട് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യാനും സാധിക്കും. ഇനി പെർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനിയിപ്പോ ഇതാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞത് കണ്ടോ. പെർട്ട് ഈസ് യൂസ്ഡ് വെൻ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഓർഗനൈസിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് അൺസർട്ടൺ ആക്ടിവിറ്റീസ് ആർ ഡൺ. അൺസർട്ടൺ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് നമുക്ക് സമയം അറിയത്തില്ല. ഈ ആക്ടിവിറ്റീസ് എത്രത്തോളം, ഓരോ ആക്ടിവിറ്റീസ് എത്ര സമയം കൊണ്ട് തീരുമെന്ന് നമുക്ക് അറിയത്തില്ല.
ഫോർ എക്സാമ്പിൾ റിസർച്ച് വർക്ക്. അപ്പൊ ആ സമയത്താണ് പെർട്ട് യൂസ് ചെയ്യുന്നത്. CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ പ്രോജക്ട് ഇൻ എ ഫിക്സഡ് ആൻഡ് സർട്ടൺ ഡ്യൂറേഷൻ. അതായത് ഇത് നമുക്ക് അറിയാൻ സാധിക്കും, ഇത്ര സമയം കൊണ്ട് ഈ വർക്ക് തീരും എന്ന് അറിയാനായിട്ട് സാധിക്കും. ആ സമയത്താണ് നമ്മൾ എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പെർട്ട് ആൻഡ് CPM ജസ്റ്റ് ഒന്ന് നോക്കാം. അബ്രിവിയേഷൻ പെർട്ട് എന്താണ്? പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. CPM എന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. പെർട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക് ഫോർ പ്രൊജക്ട് മാനേജ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് അൺസർട്ടൺ ആക്ടിവിറ്റീസ്. എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് അറിയില്ല എത്രത്തോളം ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴത്തോളം ആണ്. അതുപോലെ CPM എന്ന് പറയുമ്പോൾ എന്താണ്? സർട്ടൺ ആക്ടിവിറ്റി, അതായത് ടൈം നമുക്ക് ഓൾറെഡി അറിയാം എത്രത്തോളം പ്രൊജക്ട് എത്രത്തോളം സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്. ഓറിയന്റേഷൻ ഇവന്റ് ഓറിയന്റഡ് ആയിരിക്കും, അതായത് അതിന്റെ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ഏതാണ് പെർട്ടിൽ, അതായത് പെർട്ടിൽ ഈ പെർട്ടിസ് ഇവന്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ഓർ പോയിന്റ് ഓഫ് ടൈം ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതേ സമയത്ത് CPM-ൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അതായത് ഓരോ ഇവന്റും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ടാസ്ക് അല്ലെങ്കിൽ വർക്ക് വേണ്ടി വരും, ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും ഏത് വരുന്നത്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വരുന്നത്. പിന്നെ ഈ പറയുന്ന പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി മോഡലാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അപ്പം ഒരു പ്രോബബിലിറ്റി മെത്തേഡിലായിരിക്കും അത് ചെയ്യുന്നത്. അതേസമയത്ത് CPM എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പെർട്ട് ഫോക്കസ് ചെയ്യുന്നത് ടൈം ആസ് മീറ്റിംഗ് ടൈം ടാർഗറ്റ് ഓർ എസ്റ്റിമേഷൻ ഓഫ് പെർസെന്റേജ് കംപ്ലീഷൻ ആയിരിക്കും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയത്ത് CPM-ൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് ആസ് മിനിമൈസിങ് കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്നതായിരിക്കും അവിടെ ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ തന്നെ ഹൈ പ്രിസിഷൻ ടൈം ആയിരിക്കും എവിടെ വരുന്നത്? പെർട്ടിൽ വരുന്നത്. CPM-ൽ വരുന്നത് റീസണബിൾ ടൈം എസ്റ്റിമേഷൻ ആയിരിക്കും. പിന്നെ പെർട്ടിൽ നോൺ റെപ്പറ്റേറ്റീവ് നേച്ചർ ആയിരിക്കും, ജോബിന്റെ റെപ്പറ്റീഷൻ വരത്തില്ല. ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയി, പിന്നെ അടുത്തത് പുതിയതായിരിക്കും, അങ്ങനെയാണ് വരുന്നത്. അതേസമയത്ത് ഈ പറയുന്ന CPM-ലായിരിക്കും ആണെങ്കിൽ എന്താണെങ്കിൽ റെപ്പറ്റേറ്റീവ് നേച്ചർ വരാനായിട്ട് സാധ്യതയുണ്ട്. വീണ്ടും കൺസ്ട്രക്ഷൻ മാർക്കൊക്കെ ആണെങ്കിൽ വീണ്ടും റെപ്പറ്റേഷൻ വരുന്നുണ്ട് ആ ഒരു കേസ്. പക്ഷെ ഈ പറയുന്ന പെർട്ടിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? റിസർച്ച് വർക്കൊക്കെ ആയിരിക്കും, അവിടെ ഒരു റെപ്പറ്റേഷൻ വരുന്നില്ല. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് പക്ഷെ ടൈം നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ പെർട്ടിന്റെ പ്രത്യേകത എന്താണ്? ക്രാഷിംഗ് ഇല്ല. അതായത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ റിസോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പൊ അതാണ് ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ. ആ ഒരു കാര്യം ഇവിടെ വരുന്നില്ല, പെർട്ടിൽ വരുന്നില്ല. പക്ഷെ CPM-ൽ അത് വരുന്നുണ്ട്. ഡമ്മി ആക്ടിവിറ്റി എവിടെ ഇല്ല? പെർട്ടിലില്ല. അതേസമയത്ത് ഒരു ആക്ടിവിറ്റി ഒരു സമയത്ത് നടക്കുന്നില്ല, ഒരു പ്രവർത്തനം നടക്കുന്നില്ല. അപ്പം ഒരു ഡമ്മി ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ആ ഒരു ഡ്രോയിങ്ങിനകത്ത് ലൈൻ, ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കൊടുക്കാം, അത് നടന്നില്ല എന്നുള്ളത്. പക്ഷെ അവിടെ ഈ പറയുന്ന ഇതാണ് റിസർച്ചിന്റെ കേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പെർട്ട് യൂസ് ചെയ്യുന്ന കേസുകൾ, ഹൈ പ്രസിഷൻ വേണ്ടി വരുന്ന കേസുകൾ ഈ ഡമ്മി ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നില്ല. പക്ഷെ CPM-ൽ എന്ത് യൂസ് ചെയ്യുന്നു? ഡമ്മി ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നു. അതുപോലെ പെർട്ട് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ പ്രൊജക്ട് വിച്ച് റിക്വയർഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, റിസർച്ചും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CPM യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പ്രോജക്ട്. അങ്ങനെയാണ്. ഇനി നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ലിസ്റ്റ് 1-ൽ പ്രൊജക്ട് മാനേജ്മെന്റ് തിയറി, ലിസ്റ്റ് 2 മീനിങ്. സോർട്ട് അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, കണ്ടോ? മോസ്റ്റ് റെനോൺ ടൂൾ ഫോർ ഓഡിറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഓവറോൾ സ്ട്രാറ്റജിക് പൊസിഷൻ ഓഫ് എ ബിസിനസ്. അപ്പം എന്ന് പറയുമ്പോൾ 2 വരും. A2 വരുന്ന ഓപ്ഷൻ നോക്കി, ഒന്നിനകത്ത് A2 അല്ല വരുന്നത്, രണ്ടിനകത്ത് അതാണ് വരുന്നത്. അപ്പം രണ്ടിനകത്ത് A2 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. മൂന്നിനകത്തും ഇതാണ് വരുന്നത്, A എന്ന് പറയുന്നത് രണ്ടാണ് വരുന്നത്. അപ്പൊ 4 എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി 2 ഓപ്ഷൻ വന്നു. ഇനിയിപ്പോ നമ്മൾ നോക്കുന്ന അടുത്ത ഇനിയും പെസ്റ്റ് അനാലിസിസ്, രണ്ടാമത്തെ പെസ്റ്റ് അനാലിസിസ് ആണ് കിടക്കുന്നത്.
അപ്പൊ നമ്മൾ നോക്കി പെസ്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞായിരുന്നു ബിസിനസ്സിനകത്ത് അതിന്റെ അല്ലെ മെഷർമെന്റ് ഓഫ് ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സസ് ദ മാർക്കറ്റ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ബിസിനസ്. ഓക്കെ, ബിസിനസ്സിന് അതിനകത്ത് എത്രയും കോമ്പറ്റേറ്റീവ് ആണെന്ന് മനസ്സിലാക്കേണ്ടതാണ് പെസ്റ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പെസ്റ്റ് അനാലിസിസ് വരുമ്പം ഏതാണ്, ബി എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത്. B1 വരുന്നത് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് രണ്ടും അപ്പോഴും ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത ഇനി CPM-ലേക്ക് വരുന്നത്. CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമുക്ക് നോക്കാം. യൂസ്ഡ് ഫോർ പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ പ്രോജക്റ്റിനെ ഫിക്സഡ് ആൻഡ് സർട്ടൺ ഡ്യൂറേഷൻ ആണല്ലോ. അതായത് സർട്ടൺ ഡ്യൂറേഷനിലുള്ളതാണ്. നമ്മൾ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കേസ് പറഞ്ഞായിരുന്നു. അപ്പൊ അത് സി എന്ന് പറയുമ്പോൾ 3 ആണ് വരുന്നത്. C3 വരുന്ന ഏതൊക്കെയേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, 3 ആൻസർ. നമ്മൾ നാലാമത്തെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇതാണ് പെർട്ട്, പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് അൺസർട്ടൺ ആക്ടിവിറ്റീസ്. കാരണം അൺസർട്ടൺ ആക്ടിവിറ്റി നമുക്ക് സമയം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസാണ് വരുന്നത്. അപ്പം പെർട്ട് അതാണ് വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പം എന്താണ്, ഓപ്ഷൻ 3 ആണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ 3 ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ.